തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിൽ ഓർമ്മ വരാ തൃശ്ശൂർ പൂരവും വടക്കുന്നാഥനും ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ ചുറ്റുന്ന സ്വരാജ് റൗണ്ടും ഒക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 തൃശ്ശൂർ ശോഭ സിറ്റി മാള് ഓപ്പൺ ആവണത്. പ്രമുഖ വ്യവസായിയായിട്ടുള്ള PNC മേനോൻ അദ്ദേഹത്തിൻ്റെ ശോഭ ഡെവലപ്പേഴ്സാണ് ശോഭ സിറ്റി പണി കഴിപ്പിച്ചത്. ശോഭ സിറ്റി എന്ന് പറയുമ്പോൾ 55 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ ടൗൺഷിപ്പാണ്. അതിൻ്റെ ഹൃദയഭാഗത്താണ് ശോഭ സിറ്റി മാൾ വരുന്നത്. ഈ മാള് തുടങ്ങിയെങ്കിലും ഇവിടുത്തെ മൾട്ടിപ്ലക്സ് ഒക്കെ ഓപ്പൺ ആവാൻ കുറച്ചുകൂടെ സമയമെടുത്തു. അതിനു മുമ്പ് ഒരു മൾട്ടിപ്ലക്സ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എറണാകുളത്തേക്കാണ് പോവാറ്. ഇന്നിപ്പോൾ മുക്കിന് നല്ല കിടിലൻ തിയേറ്ററുകൾ തൃശ്ശൂരുണ്ട്. എന്തിനു പറഞ്ഞു, എറണാകുളത്തേക്കാൾ ബെറ്റർ തിയേറ്ററുകൾ തൃശ്ശൂരാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരുകാർക്ക് ഒരു നല്ല ഇൻ്റർനാഷണൽ മൂവി എക്സ്പീരിയൻസും മാളും ഒക്കെ കിട്ടിയത് ശോഭ സിറ്റി വന്നേ പിന്നെയാണ്. ശോഭ സിറ്റി തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ഹൈലൈറ്റ് മാള് പോലുള്ള വലിയ മാളുകൾ വന്നു. എന്നിരുന്നാലും ഇന്നും തൃശ്ശൂരുകാരുടെ ഒരു പ്രധാന ഹാങ് ഔട്ട് സ്പോട്ടായിട്ട് ശോഭ സിറ്റി മാള് തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പാണ് ശോഭ സിറ്റി. കല്യാൺ ആലൂക്കാസ് പോലുള്ള വമ്പൻ വ്യവസായികൾ, സിനിമ സീരിയൽ താരങ്ങൾ, അങ്ങനെ കുറേ പേർക്ക് ഇവിടെ വില്ലാസും ഫ്ലാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ ഒരു സേഫ്റ്റിയും മനോഹാരിതയും നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയ പോലത്തെ സൗകര്യങ്ങളും ഒക്കെയാണ്. ഇനി മാളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഫ്ലോറിലായിട്ടാണ് ഈ മാള് നിൽക്കണേ. 3ാമത്തെ ഫ്ലോറിലാണ് മൾട്ടിപ്ലക്സും ഫുഡ് കോർട്ടൊക്കെ വരുന്നത്. 1000 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. ഗൾഫിൽ യുദ്ധം നടക്കണോണ്ട് നാട്ടിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് നന്നായിട്ടുണ്ടല്ലോ. പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടഞ്ഞു കിടക്കണോണ്ടേ ഞങ്ങൾ കുറച്ച് ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെയൊക്കെ മെനുവിലുള്ള പല ഐറ്റംസും വെട്ടിക്കുറച്ചു എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ഉൾവിളി പോലെ തോന്നിയതാണ്, ശോഭ സിറ്റി മാളിൻ്റെ ഫുഡ് കോർട്ടിൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാ ഐറ്റംസും ഉണ്ടാവുന്നു. എൻ്റെ ഊഹം തെറ്റിയില്ല, ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. മസാല ദോശയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് പലരും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് ശ്രീ വെജ്. ഞാനിവിടെ നിന്ന് പലതവണ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മെനുവിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് ഊണ് മതിയെന്ന് അമ്മ പറഞ്ഞു. എത്ര? 150. ദീപുവിന് ബിരിയാണി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഊട്ടുപുര ബിരിയാണിന്ന് ഒരു തലപ്പാക്കട്ടി ബിരിയാണി അങ്ങോട്ട് വാങ്ങി. അവിടെ വേറെയും കുറേ വെറൈറ്റി ബിരിയാണീസ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാൻ ഒരു ബിരിയാണി പറഞ്ഞാൽ മതി. അത്രയും ഹെവി ക്വാണ്ടിറ്റിയിലാണ് ഇവർ സെർവ് ചെയ്യണത്. നെക്സ്റ്റ് ഷാങ്ഹായ് ടൈംസ് എന്നുള്ള ഷോപ്പിൽ നിന്ന് ഒരു ഫ്രൈഡ് റൈസ് കോംബോ ആണ് പറഞ്ഞത്. വെജിലും നോൺ വെജിലുമായിട്ട് ഇഷ്ടം പോലെ കോംബോസ് ഇവിടെ ഉണ്ട്. ഏത് വേണമെന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവും, അത്രയധികം കോംബോസ് ഉണ്ട്. പക്ഷേ ഒരു വിഷമമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ക്വാണ്ടിറ്റി ഒന്നും സെർവ് ചെയ്യുമ്പോൾ കിട്ടിയതായിട്ട് തോന്നിയില്ല. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ ഇവരുടെ ടേസ്റ്റിൻ്റെ കാര്യം അത് നമുക്ക് വഴിയെ കാണാമല്ലോ. അപ്പോൾ ഞങ്ങൾ 3 ഇടത്തുനിന്നായിട്ട് 3 ഡിഫറെൻറ്റ് ഫുഡുകളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആദ്യം റെഡി ആയത് നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണിയാണ്. വിചാരിച്ച പോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ബിരിയാണി കാണുമ്പോൾ തന്നെ ദീപ് ഞെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് തലപ്പാക്കട്ടി ബിരിയാണി. പറഞ്ഞ നല്ലൊരു ബിരിയാണി കണ്ടതോടെ ദീപു ഹാപ്പിയായി. നെക്സ്റ്റ് കിട്ടിയത് അമ്മയ്ക്കുള്ള ഊണാണ്. അതോടെ അമ്മയുടെ മുഖത്തും ഒരു പുഞ്ചിരി അങ്ങോട്ട് വിടർന്നു. ശ്രീ വെജിലെ 150 രൂപയുടെ ഊണിൽ എന്തൊക്കെ ഐറ്റംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മുതിരുണ്ട് അമ്മ അല്ലേ, പരിപ്പും ചീരുന്നുണ്ട്, മോരുകറി പോലത്തെ എന്താണ്, സാമ്പാറുണ്ട്, വെള്ളക്കടല അമ്മയുടെ ഇഷ്ടം, അമ്മയ്ക്ക് സന്തോഷം, പപ്പടം ഉണ്ട്, ചോറുണ്ട്, തൈരോ തൈരുണ്ട് അല്ലേ, സൈഡിലൊരു ചപ്പാത്തിയും കൂടി ഉണ്ട് അമ്മ. കണ്ടാ, ഞാൻ കണ്ടില്ല ഇപ്പോഴാണ്. ഇനി വരാനുള്ളത് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിനു മുമ്പ് അമ്മയും ദീപും കൈ കഴുകാൻ പോയി. കൈ കഴുകി തിരിച്ചു വരുന്ന ഗ്യാപ്പിൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കിക്കോളാം ദീപിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസായിട്ട് ദീപ് എത്തിയിരിക്കുകയാണ്. ഫ്രൈഡ് റൈസും ചില്ലി പനീറും കൂടിയുള്ള ഒരു കോംബോ ആണ് ഞാൻ പറഞ്ഞത്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടാ. ഇതിൽ നിനക്ക് ഏത് വേണം ദീപോ?
പനീറോ പനീർ കലകിണ്ട അടിപൊളിയായിട്ടില്ല അമ്മ. ഇതിനെന്തോ ഒക്കെ എടുക്കണ്ട, കോളിഫ്ലവർ എടുക്കുന്നുണ്ട് കണ്ട. അയ്യോ എല്ലാം തട്ടിക്കൊണ്ടു ചാടണം. ആ ഒരു പീസുണ്ട്, അടുത്ത് കള്ളന്മാരാണ് കൂടുതലുള്ളത്, എന്ത് ചെയ്യാൻ പറ്റും. അമ്മയും ദീപും അപഹരിച്ചെൻ്റെ ബാക്കി റൈസിൽ നിന്ന് ഒരു പിടി അങ്ങോട്ട് ടേസ്റ്റ് നോക്കി. അടിപൊളിയാ, ഇതുവരെ കഴിച്ചുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രൈഡ് റൈസ് അല്ലേ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടിലോസ്കി ഫ്രൈഡ് റൈസ്. ഒരു കറിയും വേണ്ട. ഫ്രൈഡ് റൈസിന് കറിയുടെ ആവശ്യമില്ലെങ്കിലും ഇതിൻ്റെ ഒപ്പം കിട്ടിയ ചില്ലി പനീർ അതും വേറെ ലെവലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വാവ്, ഒരു രക്ഷയില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ ചില്ലി പനീറും റൈസും കൂടി മിക്സ് ചെയ്യാണ്ട് പറ്റില്ല. ആകെ ഒരു വിഷമേ ഉള്ളൂ, ചോറ് തീർന്നു. ആ വിഷമം. ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, ഒരു 2 കിലോ മേടിക്കണം, എന്നിട്ട് വെറുതെ തന്നെ 2 കിലോ കൂടുതൽ വേണം. അതുകൊണ്ട് വിളിയുണ്ട് പഹയന്മാര്. ചപ്പാത്തി ഒരു കഷ്ണം തന്നോ? ദീപക്കാണ് ചപ്പാത്തി കണ്ട. ഈ കറിയുടെ ഗ്രേവിയിലൊന്ന് മുക്കട്ടെ. അടിപൊളി കറി. ആ അമ്മ ഊണ് തുടങ്ങി. ആ ഫ്രൈഡ് റൈസ് മസ്റ്റ് ട്രൈ. കറിയൊക്കെ എങ്ങനെ? ചീരക്കറി ഇത് കൊള്ളാം, നല്ല ഡീസൻ്റ് കറികളോ. കുതിരപ്പേരി കൊള്ളാം. ഇതൊരു കാളന എരിപുളിയാ, അടിപൊളിയുണ്ട്. ഓ സൂപ്പർ. ഒരു മണി ചോറ് തിരിക്കില്ല, കുറച്ച് എരിപുളി, ഒരു വർഷം പപ്പടം. നമ്മൾ അവൾക്ക് ചോറാണ് എടുത്തിട്ടോ ദീപ. അമ്മ മുഴുവൻ കഴിക്കുന്നില്ല. കൊള്ളാം, നല്ല ഊണ് അല്ലേ. സാമ്പാർ കണ്ടമ്മ. നല്ല സാമ്പാർ. കുറേ പേരായി എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാറുള്ള ഇതാണ് ശ്രീ വെജി പോയിട്ട് ഭക്ഷണം കഴിക്കുക. കിട്ടിലും വെജിറ്റേറിയൻ ഫുഡുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അവർ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ദീപം കുറച്ച് ഊണ് കഴിക്കുകയാണ്. ഇപ്പം എല്ലാവരും പറയും അമ്മയുടെ ഊണിൽ കൈയിട്ട് വാരി ഉണ്ട്. അടിപൊളിയുണ്ടല്ലേ ദീപ? അമ്മ ബാക്കി വെച്ച ചോറാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് അമ്മയുടെ ഊണിൽ കൈയിട്ട് വരുന്നത് ആരും പറയരുത്. ഞങ്ങളുടെ ഫ്രൈഡ് റൈസിൽ ഈ ഇരിക്കണ അമ്മയാണ് കൈയിട്ട് വരും. നല്ല പാകത്തിന് പൊടിയല്ലേ, ബെസ്റ്റ് തൈര്. ഇത് ചോറ് ഞാനും എടുത്തു വേണ്ടു. കൊതി മാറിയില്ലേ? അവന് ഇത് കഴിച്ച് കൊതി മാറ്റാം. അപ്പം അതിൽ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഈ ലെഗ് പീസ് ഇത് ദീപുവിന് കൊടുക്കാൻ പോകണം. ഏറ്റവും ആയിക്കോളൂ 2 കൈ കൊണ്ട്, 2 കൈ അങ്ങനെ. ഈ പീസ് എനിക്കിട്ടാ. റൈസ് ഉണ്ട്, റൈസ് എടുത്തോ, ദീപം എടുത്തോ, ആവശ്യത്തിനാണ് തട്ടിട്ടോ. മതി. റൈസിലേക്ക് നമ്മൾ ചിക്കൻ വയ്ക്കുന്നു. എടുത്തോ. എനിക്ക് കച്ചമ്പർ വേണ്ട, എനിക്ക് റൈസ് മാത്രമായിട്ട് കഴിക്കാം. വാവ്, നമ്മുടെ ബിജിത്തെണ്ണം കഴിക്കണ പോലെ കഴിക്കാം. അടിപൊളി റൈസ്. നമ്മളതൊരു ഉത്തര ബിരിയാണി വെച്ചില്ലേ, അതിനേക്കാളും കൊള്ളാം. നല്ല അടിപൊളിയുണ്ട്.
അടിപൊളി മസാല അല്ലേ? പിന്നെ മസാല ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അടിപൊളി. പച്ചമുളക് പോരാ, ഇല്ല പച്ചമുളക് അത്ര പോരാ. ഓ ഓ വെടിക്കട്ട അച്ചാറ്. ഹെവി ആയിട്ടില്ല, ഇഷ്ടംപോലെ ചോറ് ബാക്കിയിട്ടുണ്ട്. അമ്മ എന്നാ കൈ കഴുകാൻ പോവാ അല്ലേ അല്ലേ? അങ്ങനെ നല്ല അടിപൊളി ഒരു ലഞ്ച് കഴിച്ചതിന് ശേഷം ഞാനും ദീപു അമ്മയും കൂടിയിട്ട് PVR ഐനോക്സിൽ ഒരു സിനിമയ്ക്ക് കയറി. ഓൺ ദ വേയിലുള്ള യുണൈറ്റഡ് കോക്കനട്ടൊക്കെ ക്ലോസ് ആയി കിടക്കായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരു LPG ഗ്യാസിൻ്റെ ഇഷ്യൂ കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ നടക്കണ വഴിക്കനാണ് വൈഭവം കൽപ്പതരും അതുപോലെ ശ്രീ ഗുരുവായൂരപ്പൻ ടിഫിനും ഒക്കെ ഉള്ളത്. എന്തായാലും സിനിമ കഴിയുമ്പോഴേക്കും കുറച്ച് വിശപ്പാവുമല്ലോ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ ടിഫിനിൽ നിന്ന് ദോശയോ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാണാൻ പോണ പടം ഏതാണെന്ന് വെച്ചാൽ യൂത്ത് എന്ന് പറഞ്ഞുള്ളൊരു പടമാണ്. അഭിനയിച്ചിട്ടുള്ളവരൊക്കെ പുതുമുഖങ്ങളാണ്. പിന്നെ ഒരു സന്തോഷമുള്ളത് സുരാജേട്ടന് കൂടി ഈ സിനിമയിലുണ്ടെന്നുള്ളതാണ്. வீடுனா இப்படி இருக்கணும், கூப்பிட்டா எல்லாருக்கும் கேட்கிற தூரத்துல இருக்கணும். அவங்க அப்படிலாம் பண்ணிட்டாங்களேன்னு ஒரு ஆதங்கத்துல பேசினேன். അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അടിപൊളിയായിട്ട് സുരാജേട്ടനെ തകർത്തുണ്ട് കേട്ടാ. സിനിമ കഴിഞ്ഞിറങ്ങിയിട്ടേ ദീപു അമ്മ ഒന്ന് ഫ്രഷ് ആവാൻ പോയിരിക്കുകയാണ്. ഇനി നേരെ ശ്രീ ഗുരുവായൂർ ടിഫിനിൽ കയറിയിട്ട് ദോശയോ എന്താ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അത് കഴിക്കാനാണ് പ്ലാൻ. ശോഭാ സിറ്റി മാളിൻ്റെ ഉള്ളിലുള്ള ഇവരുടെ ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല കേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. ഗുരുവായൂർ ടിഫിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള ആ ഒരു ലേക്ക് വ്യൂ അത് അതിഗംഭീരമാണ്. ഈ ഒരു തടാകം 6 ഏക്കറിൽ ഇവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. എന്താ ഒരു ഭംഗിയില്ലേ? എങ്ങനെയുണ്ടമ്മ? നല്ല രസമുണ്ടല്ലേ വ്യൂ അല്ലേ? ബട്ടർ പൊടി ഇഡ്ഡലി 100 രൂപ, മസാല ദോശ 120, ഈ പൊടി 118, മൊത്തം 468 രൂപ. മാളിലുള്ള ഒരു റെസ്റ്റോറൻ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ പ്രൈസ് ഓക്കെയാണ്. റെസ്റ്റോറൻ്റ് ആണെങ്കിലും മറ്റുള്ള ഔട്ട്ലെറ്റുകളിലെ പോലെ തന്നെ സെൽഫ് സർവീസാണ് ഇവിടെ. എപ്പോഴെപ്പോഴും നീക്കേണ്ടി വരുന്നുണ്ടേ എനിക്ക് ഈ സെൽഫ് സർവീസ് ഒട്ടും താല്പര്യമില്ല, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ. ചായയും കാപ്പിയും ആദ്യം തന്നെ വന്നു. അടുപ്പുണ്ട്. നല്ല കാപ്പിയും നല്ല ചായയും. ആദ്യത്തെ ബെല്ലിൽ ചായയും കാപ്പിയാണെങ്കിൽ അടുത്ത ബെല്ലോടുകൂടി ഓർഡർ ചെയ്ത 3 ഐറ്റംസ് എത്തി. കുഴപ്പമില്ല, കൊള്ളാം. പൊടിയിൽ ഉപ്പൊന്നും കൂടുതലില്ല അല്ലേ, നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ചുവന്ന ചമ്മന്തി അത് കൊള്ളാം. ചമ്മന്തി പുതിയ ഫ്ലേവർ ശരിക്കും ഇട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഇവരുടെ പൊടി ദോശയാണ്. കാണുമ്പോൾ വായിൽ വെള്ളം വരുന്ന രീതിയിൽ പൊടി ലാവിഷായിട്ട് വെതറിയുണ്ട്. ഇനി ട്രൈ ചെയ്യാനുള്ളത്
നമ്മുടെ സാധാ മസാല ദോശയാണ്. ഒരു വലിയ പീസ് ദോശയും കുറച്ചധികം മസാല എടുത്തിട്ട് ഒരു പിടി അങ്ങോട്ട് കഴിച്ചു. പൊടി ദോശയുടെ അത്ര ഇല്ലെങ്കിലും മസാല ദോശയും കൊള്ളാം. കുറ്റം പറയാനൊന്നുമില്ല, ഒരു നല്ല മസാല ദോശ അല്ലേ. ചുമന്ന ചമ്മന്തി കൂട്ടിയിട്ട് വന്നിട്ട് ചോട്ടെ, നല്ല ചമ്മന്തി അല്ലേ. സാധാരണ കഴിക്കുന്നതിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ ഇപ്പോൾ. പൊടി ദോശ അടിപൊളിയുണ്ട്. പൊടി ദോശയാണ് താരം ഇപ്പോൾ കഴിച്ചത് അല്ലേ. നല്ല മസാല ദോശയാണ്. ഇപ്പോൾ തണുത്തന്നേരം പറഞ്ഞാലോ, തണുത്ത മതി. തണുത്ത വെള്ളം അവിടെ അമ്മയ്ക്ക് ഇഷ്ടമായ. മൊത്തത്തിൽ നല്ല കിടിലൻ ആംബിയൻസും ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടുമാണ് ശ്രീ ഗുരുവായൂരപ്പൻ ടിഫിൻ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ ഒരു വാവ് ഫാക്ടർ എവിടെയോ മിസ്സായ പോലെ തോന്നി. മേ ബി അത് ചിലപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രശ്നമായിരിക്കാം. എന്തൊക്കെയായാലും ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. ഗുരുവായൂർ ടിഫിനിൽ നിന്ന് ഇറങ്ങിയിട്ട് തണുത്തത് നിലം കഴിക്കാനായിട്ട് മുംബൈ ഹാജി അലിയിലെത്തി. അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ മാംഗോ മിൽക്ക് ഷേക്കും നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്രീമും പറഞ്ഞു. ഹാജി അലിത്തെ ഐറ്റംസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി. നാളെ അവിയൽ വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അതിനായിട്ട് കുറച്ച് അവിയൽ മിക്സൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? തിരിച്ചു പോകാനുള്ള ഊബർ ബുക്ക് ചെയ്തിട്ട് അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അമ്മയും ദീപവും നല്ല കത്തിവെപ്പിലാട്ടാ. ഞാൻ ശോഭാസിയുടെ മേലേക്ക് നോക്കിയപ്പോഴേ ഒരു ചന്ദ്രക്കല ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സിന് എന്തോ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. കുറച്ച് നാളായി അമ്മേനായിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. LPG ഇഷ്യുള്ളതുകൊണ്ട് പലയിടത്തും ഫുഡ് കിട്ടാനില്ലല്ലോ. എന്തായാലും ശോഭാ സിറ്റി വന്നത് നല്ലൊരു ചോയ്സായി. ഫുഡ് കോർട്ടിൽ നിന്നുള്ള ലഞ്ചും സിനിമയും ശ്രീ ഗുരുവായൂർ ടിഫിനിൽ നിന്നുള്ള വൈകിട്ടത്തെ ഫുഡ് അടിയും എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം അടിപൊളി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.